السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا ما لكم إذا قيل لكم انفروا في سبيل الله اثاقلتم إلى الأرض أرضيتم بالحياة الدنيا من الآخرة فما متاع الحياة الدنيا في الآخرة إلا قليل. إلا تنفروا يعذبكم عذابا أليما ويستبدل قوما غيركم ولا تضروه شيئا والله على كل شيء قدير. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത ചരിത്രത്തിലൂടെയുള്ള നമ്മുടെ വിവരണത്തിനിടയിൽ തബൂക്ക് യുദ്ധം വരെയുള്ള സംഭവങ്ങളായിരുന്നു കഴിഞ്ഞുപോയ നമ്മുടെ ക്ലാസ്സുകളിലൂടെ വിശദീകരിക്കപ്പെട്ടത്. ഇന്ന് വളരെ പ്രസിദ്ധമായി അറിയപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിൽ ഒരുപാട് മഹത്വങ്ങൾ ഈ ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുവാൻ കാരണമായി തീർന്ന, ഒട്ടേറെ അത്ഭുതങ്ങൾക്ക് സാക്ഷിയായ ഒരു പടപ്പുറപ്പാട് അഥവാ തബൂക്ക് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന സംഭവത്തെ സംബന്ധിച്ചാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ചിലരൊക്കെ എന്ത് ചെയ്തു? പല വ്യാജമായ കാരണങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ പോയി പറയാൻ തുടങ്ങി. ഒരർത്ഥവുമില്ലാത്ത കാരണങ്ങളും പ്രതിബന്ധങ്ങളുമൊക്കെ പറഞ്ഞ് നബിയെ എന്നെ ഒഴിവാക്കി തരണം, എനിക്ക് അങ്ങനെ പ്രശ്നമാണ്, ഇങ്ങനെ പ്രശ്നമാണ്. അല്ലേ, നന്മയുടെ മാർഗത്തിലേക്ക് ക്ഷണിച്ചാ പലരും പറയാറില്ലേ, എനിക്ക് വീട്ടിലാളില്ല, എനിക്ക് തിരക്കാണ്, എനിക്ക് ബിസിയാണ്, എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്, എനിക്ക് വീട്ടിൽ പ്രശ്നങ്ങളാണ്, എനിക്കൊരുപാട് പ്രതിസന്ധിയാണ് എന്നൊക്കെ പല കാരണങ്ങൾ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ നോക്കാറില്ലേ? അതേ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ മുനാഫിക്കുകളിൽപ്പെട്ട ചില ആളുകൾ തന്നെ അതേ ചില കാരണങ്ങൾ മുഹമ്മദിനോട് പറഞ്ഞാൽ മുഹമ്മദ് നമ്മെപ്പറ്റി നല്ലത് വിചാരിച്ചോളും എന്ന നിലക്ക് കള്ളക്കാരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ പോയി പറയുന്നു. അതേ, ആ കൂട്ടത്തിൽ അതാ ഒരാൾ ജദ്ദ് ബിൻ ഖൈസ് എന്ന് പറയുന്ന, പിൽക്കാലത്ത് അദ്ദേഹം മുസ്ലിമായിട്ടുണ്ട്. അദ്ദേഹം അതാ ബനൂ സലമ ഗോത്രക്കാരനായ അദ്ദേഹം പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ എനിക്ക് അനുവാദം തരണം, എന്നെ ഫിത്നയിലാക്കരുത്. ഞാൻ യുദ്ധത്തിന് പോന്ന, നിങ്ങൾക്കറിയാം എനിക്ക് ഈ പെണ്ണുങ്ങളെ കണ്ടാ സഹിക്കൂല. അതുകൊണ്ട് നമ്മൾ വെള്ളക്കാരി എന്ന് പറയുന്നത് പോലെ അറബികൾ അന്ന് മഞ്ഞവർഗക്കാരി എന്നാണ് യൂറോപ്യന്മാരെ കുറിച്ച് പറഞ്ഞിരുന്നത്, ഈ റോമക്കാരെയും അറേബ്യൻ ക്രിസ്ത്യാനികളെ കുറിച്ച്. അതുകൊണ്ട് അത്തരത്തിലുള്ള ബനുൽ അസ്ഫറിന്റെ സ്ത്രീകളെ കണ്ടാൽ എനിക്ക് സഹിക്കാൻ കഴിയൂല, ഞാൻ എന്തേലും ചെയ്തു പോകും, കൊണ്ട് നബിയെ എന്നെ ഒഴിവാക്കണം, ഞാൻ അങ്ങട്ടില്ല.
സമരരംഗത്ത് അവരെ കണ്ടാൽ എനിക്ക് പതറിപ്പോവും, എൻ്റെ മനസ്സ് ദുർബലാണ് എന്നൊരു കാരണം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ അവഗണിച്ചു. ആയിക്കോട്ടെ, നീ വരണ്ട എന്ന് പറഞ്ഞു. വരണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അല്ലാഹു ഉടനെ ആയത്തിറക്കി, വമിൻഹും മൻ യഖൂലു ഇദൻ ലീ വലാ ഫത്തിന്നി അലാ ഫിൽ ഫിത്നതി സഖതു വഇന്ന ജഹന്നമ ലമുഹീതതും ബിൽ കാഫിരീൻ. വമിൻഹും മൻ യഖൂലു, അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ പറയുന്നവരുണ്ട്, ഇദൻ ലീ, നബിയേ എനിക്ക് അനുവാദം തരണം, വലാ തഫ്തിന്നി, എന്നെ ഫിത്നയിൽ അകപ്പെടുത്തരുതെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ട്. അതിനുള്ള മറുപടി പറയുന്നു, അലാ, അറിയട്ടെ, ഫിൽ ഫിത്നതി സഖതു, അവര് പറഞ്ഞ കാരണത്തെക്കാൾ അപ്പുറമുള്ള ഫിത്നയിലാണിപ്പോൾ അവർ വീണിരിക്കുന്നത്. എന്താ അവര് പറഞ്ഞത്? പെണ്ണിന്റെ കാരണല്ലേ? എന്നാ ഞാൻ അവര് അകപ്പെട്ടിട്ടുള്ള കാരണം അതിനേക്കാണൊക്കെ വലുതാ. അതെന്താ? ഈ കളവും പറഞ്ഞിട്ട് യുദ്ധത്തിന് പോകാതിരിക്കുമ്പോ നിഷേധികളായ ആളുകളെ ജഹന്നം വലയം ചെയ്യുക തന്നെ ചെയ്യുന്നു. ആ കാരണം പറഞ്ഞവരെയും ഖുർആൻ ആക്ഷേപിച്ചു. അങ്ങനെ പലർക്കും അവരുടെ പല കാരണങ്ങൾ പറഞ്ഞു. പല കാരണങ്ങൾ പലരും വന്നു പറഞ്ഞു. അങ്ങനെ പല കാരണങ്ങളും വന്നു പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനൊരു പതിവുണ്ട്. അതെന്താ? അവിടുത്തേക്ക് അവർ പറയുന്ന കാര്യങ്ങളല്ലേ മനസ്സിലാക്കാൻ പറ്റൂ. അവരുടെ ഉള്ളറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കഴിയില്ലല്ലോ. മനുഷ്യന്റെ മനസ്സറിയുന്നവൻ റബ്ബുൽ ആലമീൻ മാത്രമാണല്ലോ. ഒരാളുടെ ഹൃദയത്തിലുള്ളത് അറിയാൻ ആർക്ക് മാത്രമാണ് കഴിയുക? അള്ളാഹുവിന് മാത്രമല്ലേ കഴിയുന്നത്. അതേ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ പ്രത്യേകതയായി കൊണ്ട് പറഞ്ഞില്ലേ, യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫിസ് സുദൂർ. മറ്റൊരായത്തിൽ വല്ലാഹു അലീമും ബിദാത്തിസ് സുദൂർ. മനുഷ്യ മനസ്സുകളിലുള്ളത് അള്ളാഹു അറിയുന്നു. അപ്പൊ ഹൃദയത്തിലുള്ളത് എന്ത് കാരണമായി ഇവർ വന്ന് പറയുന്നത്, എന്ത് ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മനസ്സിലാക്കാൻ കഴിയൂലല്ലോ. അള്ളാന്റെ റസൂലിനെ കുറിച്ച് വരെ ഖുർആൻ അതാണ് പറയുന്നതെങ്കിൽ, അതേ ഇന്ന് വലിയകളാണെന്ന് പറയുന്ന, ഔലിയാക്കളാണ്, തങ്ങന്മാരാണ്, ബീവികളാണെന്നൊക്കെ പറയുന്ന ചില ആളുകളെ കുറിച്ച് ആളുകളതാ പറയുന്നത്, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞോവർ. അതേ അള്ളാഹുവിന്റെ ഔലിയാക്കളെ സംബന്ധിച്ച് അവരും വഫാത്തിന്റെ ശേഷവും ജീവിച്ചിരിക്കുമ്പോഴുമൊക്കെ നമ്മുടെയൊക്കെ ഹൃദയത്തിലുള്ള രഹസ്യങ്ങൾ ഒരു കുപ്പിയിലുള്ള ദ്രാവകം നമുക്ക് പുറത്തുനിന്ന് നമ്മുടെ കണ്ണുകൾ കൊണ്ട് എപ്രകാരം കാണാൻ കഴിയുമോ, അതുപോലെ ഔലിയാക്കൾക്ക് മനുഷ്യന്റെ മനസ്സിലുള്ള വിചാര വികാരങ്ങളും തോന്നലുകളും വരെ അറിയാൻ സാധിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അത് ഖുർആനിന് വിരുദ്ധമായ ആശയമാണ്. അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആശയമാണത്. കാരണം ഹൃദയ രഹസ്യങ്ങൾ അറിയുന്നവൻ അല്ലാഹ് മാത്രമാണ്. അത് മറ്റുള്ളവരും അറിയുമെന്ന് വന്നാൽ, മറ്റുള്ളവർക്കും നമ്മൾ എവിടെ നിന്ന് വിളിച്ചാലും വിളി കേൾക്കാനും ഉത്തരം ചെയ്യാനും നമ്മെ കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കുമെന്ന് വന്നാൽ, അത് അള്ളാഹുവിന്റെ മാത്രമുള്ള പ്രത്യേകതകളിൽ മറ്റുള്ളവരെയും കൂറുചേർക്കലാണ്, പങ്കുചേർക്കലാണ്. അത് അല്ലാഹ് ഒരിക്കലും പൊറുക്കുകയില്ല. ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തത്വമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമാണത്. അതുകൊണ്ടാണ് അല്ലാഹയല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കക്ഷികൾ അല്ലാഹുവേ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ അല്ലാഹ് അത് കേൾക്കും പോലെ മറ്റുള്ളവരും കേൾക്കും. അവർ മരണപ്പെട്ടാലും കേൾക്കും. വിളിച്ചവനെ കാണും, വിളിച്ചവന്റെ ഖൽബ് പോലും അറിയും, ഉത്തരം ചെയ്തു കൊടുക്കും, സഹായിക്കും എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് വിളിച്ചു തേടുകയാണ്. അല്ലാഹ് ഒരിക്കലും പൊറുക്കാത്ത മഹാപാതകമാണത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പ്രഖ്യാപിക്കാൻ അല്ലാഹ് കൽപ്പിച്ചത്, ഖുൽ, നബിയെ പറയൂ, ഇന്നമാ അദഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ഇരക്കുകയുള്ളൂ, വലാ ഉശ്രികു ബിഹി അഹദാ, അവനോട് ഞാൻ ഒന്നിനെയും പങ്കു ചേർക്കുന്നതല്ല. അപ്പൊ റബ്ബല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അല്ലാഹുവിൽ പങ്കു ചേർക്കലായി. അതാണ് ആയത്ത് നൽകുന്ന മുന്നറിയിപ്പ്. അപ്പൊ സഹോദരന്മാരെ, ഇവിടെ സന്ദർഭത്തിൽ നിന്ന് ഈ വിഷയം നിങ്ങൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വന്നുകൊണ്ട് മുനാഫിക്കീങ്ങൾ ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നു.
അങ്ങനെ ഒഴിഞ്ഞു മാറുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് ഇതൊന്നും അറിയില്ലല്ലോ. ഇവൻ എന്ത് ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടാ എന്നോട് ഈ കാരണം പറയുന്നത്? അള്ളാന്റെ റസൂലിന് മനസ്സിലാക്കാൻ കഴിയോ? ഇല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അങ്ങനെ കാരണങ്ങളൊക്കെ കേട്ടപ്പോ ശരിയാന്ന് നബിക്ക് തോന്നിയവരോടൊക്കെ പറഞ്ഞു, വേണ്ട, നിങ്ങൾ വരണ്ട, നിങ്ങൾ വരണ്ട, നിങ്ങൾ വരണ്ട, നിങ്ങൾ വരണ്ട, നിങ്ങളും വരണ്ട എന്നിങ്ങനെ ഓരോരുത്തരെ ഒഴിവാക്കി. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അങ്ങനെ പലരെയും ഒഴിവാക്കിയതിനെ കുറിച്ച് അല്ലാഹു ഖുർആനിലൂടെ റസൂലുള്ളാഹിനെ എന്താ അറിയിച്ചത്? സൂറത്തു തൗബ 43-ാമത്തെ ആയത്ത് കേട്ടോ. അഫല്ലാഹു അൻക ലിമ അദിൻത ലഹും ഹത്താ യതബയ്യന ലകല്ലദീന സദഖൂ വതഅലമൽ കാദിബീൻ. നബിയേ, നിങ്ങൾ എന്തിനവർക്ക് അനുവാദം കൊടുത്തു? അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. ആയത്തിന്റെ തുടക്കം തന്നെ എന്ത് പറഞ്ഞുകൊണ്ടാ? അഫല്ലാഹു അൻക, അല്ലാഹ് താങ്കളോട് മാപ്പ് ചെയ്തിരിക്കുന്നു, നിങ്ങൾ കുറ്റക്കാരനൊന്നുമല്ല. കാരണം നിങ്ങൾക്കത് അറിഞ്ഞുകൊണ്ടല്ലോ, നിങ്ങൾ കുറ്റക്കാരനൊന്നുമല്ല. ലിമ അദിൻത ലഹും, നിങ്ങൾ എന്തിന് നബിയെ അവർക്ക് അനുവാദം കൊടുത്തു? ഹത്താ യതബയ്യന ലകല്ലദീന സദഖൂ, അവരുടെ കൂട്ടത്തിൽ സത്യം പറഞ്ഞവരാരെന്ന് വ്യക്തമാകുന്നത് വരെ. വതഅലമൽ കാദിബീൻ, കള്ളം പറയുന്നവരെയും നിനക്ക് മനസ്സിലാകുന്നതിന്റെ മുമ്പ് നീ എന്തിനവർക്ക് അനുവാദം കൊടുത്തു? സാരമില്ല, അല്ലാഹ് നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആ വിഷയത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ആയത്ത് അവതരിപ്പിച്ചുകൊണ്ട് കാര്യം ഉണർത്തുകയാണ്. മാത്രമല്ല, ഈ മുനാഫിക്കീങ്ങളെ സംബന്ധിച്ച് 42-ാമത്തെ ആയത്തിൽ കേട്ടോ, എന്താ ഇവര് പോകാത്തത്? മുനാഫിക്കും വിശ്വാസമുറച്ചിട്ടില്ലാത്തവനുമൊന്നും നല്ല മാർഗത്തിലേക്ക് പുറപ്പെടാൻ പറഞ്ഞാൽ, പ്രത്യേകിച്ച് തബൂക്കിലേക്ക് എന്താ പുറപ്പെടാതിരിക്കാൻ കാരണം? ഖുർആൻ പറയുന്നു, ലൗ കാന അറദൻ ഖരീബാ വസഫറൻ ഖാസിദാ ലത്തബഊക വലാകിൻ ബഅദത് അലൈഹിമുശ് ശുഖ്ഖ وسيحلفون بالله لو استطعنا لخرجنا معكم يهلكون أنفسهم والله يعلم إنهم لكاذبون. لو كان عرضا قريبا, വളരെ അടുത്ത് കിട്ടുന്ന വല്ല വിഭവവും ഉണ്ടായിരുന്നുവെങ്കിൽ. അറള് എന്ന് പറഞ്ഞാൽ ചരക്ക്, വിഭവം. ഖരീബ് എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത്, പെട്ടെന്നുണ്ട് കയ്യിൽക്ക് വരുന്ന വല്ല ഗനീമത്തോ അങ്ങനെ കണ്ട് എന്നായിരുന്നെങ്കിൽ. വസഫറൻ ഖാസിദാ, ദൂരത്തേക്കൊന്നും യാത്രയില്ലാതെ തൊട്ടടുത്തേക്കുള്ള ഒരു മിതമായ സഫറുമാണ്, യാത്രയുമാണ് അവരോട് പറഞ്ഞിരുന്നതെങ്കിൽ ലത്തബഊക, ഒരു നിന്നെ പിൻപറ്റുമായിരുന്നു. മുനാഫിക്ക് എന്താ പിൻപറ്റാത്തത്? ഇത് ദൂരം കുറച്ച് കൂടുതലാ. അതുപോലെ തന്നെ പെട്ടെന്നൊന്നും ഗനീമത്ത് കിട്ടൂല, നല്ലോണം അധ്വാനിക്കണം, ഒരുപാട് യാത്ര ചെയ്യണം. അടുത്ത് കിട്ടുന്ന വല്ല കാര്യവും, മെയ് അനങ്ങാതെ വല്ലതും കിട്ടുന്നതോ ചെറിയ യാത്രക്കാണെങ്കിൽ അവർ നിന്റെ ഒപ്പം ഉണ്ടാകും. വലാകിൻ ബഅദത് അലൈഹിമുശ് ശുഖ്ഖതു, വിഷമയാത്ര അവരുടെ മേൽ വളരെ ബഹുദൂരമായി പ്രയാസമായി തോന്നുകയാണ്. മാത്രമല്ല, അവർക്കൊരു കള്ളത്തരവുമുണ്ട്. വസയഹ്ലിഫൂന ബില്ലാഹ്, അല്ലാഹുവിന്റെ പേരിൽ അവർ ആണയിട്ടുകൊണ്ട് പറയും, നബിയേ, ഇങ്ങനെ പോകാത്ത മുനാഫിക്കും സത്യം ചെയ്തുകൊണ്ട് പറയും, ലവിസ്തതഅനാ ലഖറജ്നാ മഅകും, ഞങ്ങൾക്ക് കഴിയാഞ്ഞിട്ടാ നബിയേ, ഞങ്ങൾക്ക് അല്പമെങ്കിലും സാധ്യതയുണ്ടായിരുന്നുവെങ്കിൽ ലഖറജ്നാ മഅകും, നിങ്ങളുടെ കൂടെ ഞങ്ങളും പുറപ്പെട്ടു വരിക തന്നെ ചെയ്യുമായിരുന്നു. യുഹ്ലികൂന അൻഫുസഹും, ഈ വാദത്തിലൂടെ, വർത്തമാനത്തിലൂടെ അവരെ തന്നെയാ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ലാഹു യഅലമു ഇന്നഹും ലകാദിബൂൻ, അല്ലാഹുവിനറിയാം, നിശ്ചയം അവർ കള്ളന്മാര് തന്നെ. അങ്ങനെ മുനാഫിക്കിന്റെ ഓരോ സ്വഭാവങ്ങളെയും അല്ലാഹ് ഇങ്ങനെ തൊരിയൊരിച്ച് കാണിക്കണേ. ഇനി ആരാ ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക? നല്ല മാർഗത്തിലേക്ക് ആഹ്വാനമുണ്ടായാൽ ഉടനെ ആ മാർഗത്തിലേക്ക് പുറപ്പെടാതെ ഞൊട്ടിന്യായങ്ങൾ പറഞ്ഞ്, ചില്ലറ കാരണങ്ങൾ പറഞ്ഞ് എപ്പോഴും നന്മയുടെ മാർഗത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആരാണ് ശ്രമിക്കുക? നമ്മൾ പഠിച്ചു വെക്കണം. തബൂക്കിന്റെ മാത്രം കാര്യത്തിലേക്ക് ഒതുക്കരുത്. ഏത് നല്ല കാര്യത്തിനും ആഹ്വാനമുണ്ടായാൽ അതിലേക്ക് പോകാതെ എപ്പോഴും ഒഴികഴിവുകളും കാരണങ്ങളും പറയുക ആരാണ്? എന്ത് തന്നെ പ്രയാസമുണ്ടെങ്കിലും ഞാനുണ്ട് കൂടെ എന്ന് ഉറച്ചു നിൽക്കുന്നവർ ആരാണ്? രണ്ടും അല്ലാഹ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താ ഖുർആൻ പറയുന്നത്? ലാ യസ്തഅ്ദിനുകല്ലദീന യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി അൻ യുജാഹിദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം
വല്ലാഹു അലീമും ബിൽ മുത്തഖീൻ. ഇന്നമാ യസ്തഅ്ദിനുക അല്ലദീന ലാ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വർതാബത് ഖുലൂബുഹും ഫഹും ഫീ റൈബിഹിം യതറദ്ദദൂൻ വലൗ അറാദുൽ ഖുറൂജ ലഅഅദ്ദൂ ലഹു ഉദ്ദതൻ വലാകിൻ കരിഹല്ലാഹും ബിആസഹും ഫസബ്ബതഹും വഖീല ഖുഉദൂ മഅൽ ഖാഇദീൻ. സൂറത്ത് തൗബ 44, 45, 46. ഈ ആയത്തിൽ എന്താ അല്ലാഹു തആല പറയുന്നത്? അല്ലാഹു തആല അവരെ കുറിച്ച് വ്യക്തമാക്കി പറയാണ്. അല്ലാഹു അവരെ കുറിച്ച് കൃത്യം പറയാണ്. ലാ യസ്തഅ്ദിനുക, നിന്നോട് സമ്മതം ചോദിക്കൂല. എന്നൊഴിവാക്കണം എന്നൊഴിവാക്കണം എന്ന് പറഞ്ഞ് ഒരു നല്ല കാര്യത്തിന് വേണ്ടി ആഹ്വാനം ഉണ്ടാകുമ്പോ നബിയെ നിങ്ങളോട് അനുവാദം ചോദിക്കുകയില്ല. ആര്? അല്ലദീന യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി, അല്ലാഹുവിലും പരലോകത്തിലുമൊക്കെ വിശ്വസിക്കുന്നവർ. അല്ലാഹുവിലും പരലോകത്തിലുമൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ അയ്യുജാഹിദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം, അവരുടെ ദേഹങ്ങളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കൂ, സമരം ചെയ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഒഴികഴിവ് പറയുന്നത് ആര് മാത്രമാണ്? അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമുള്ളവര് അങ്ങനെ സമ്മതം ചോദിക്കൂല. വല്ലാഹു അലീമും ബിൽ മുത്തഖീൻ, മുത്തഖീങ്ങളെ പറ്റി അള്ളാഹ് നന്നായി അറിവുള്ളവനാകുന്നു. എന്നിട്ട് അള്ളാഹ് പറയാണ്, പിന്നെ ആരാ സമ്മതം ചോദിക്ക? ആരാ നിങ്ങളോട് ഈ എഴുതറും ഒഴികഴിവും ഒക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്ക? എപ്പോഴും ആരാ? ഇന്നമാ യസ്തഅ്ദിനുക അല്ലദീന, താങ്കളോട് ഒഴികഴിവുകൾ പറഞ്ഞ് അനുവാദം തേടാൻ ആര് മാത്രമാണ് വരിക? അല്ലദീന ലാ യുഅ്മിനൂന ബില്ലാഹ്, അതെ അവര് അല്ലാഹുവിൽ അവര് വിശ്വസിക്കുന്നില്ല. വൽ യൗമിൽ ആഖിരി, അന്ത്യനാളിലും അവർക്ക് വിശ്വാസമില്ല. മാത്രമല്ല ഇനി അല്ലാഹുവിലും പരലോകത്തിലുമൊക്കെ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞവര് തന്നെ വർത്താബത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ സംശയമാണ് എപ്പോഴും. അവരൊരിടത്ത് ഇങ്ങനെ ഉറക്കൂല. സാധാരണ ഒരു പ്രയോഗമുണ്ട്, കോഴി അയലിന്മേൽ കയറിയതുപോലെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. മുനാഫിക്ക് എപ്പോഴും അങ്ങനെയാണ്. അവനൊരു സ്ഥലത്ത് അവൻ ഉറക്കൂല. എവിടെയാണോ കാര്യം അങ്ങോട്ട് ചാടാൻ ഇങ്ങനെ തയ്യാറായി നിൽക്കും. അതുകൊണ്ട് എപ്പോഴും നന്മയുടെ മാർഗത്തിൽ അവനുണ്ടാവില്ല. നല്ല മാർഗത്തിലേക്ക് സംഭാവന ചെയ്യൂല, നല്ല മാർഗത്തിലേക്ക് പുറപ്പെടൂല. എന്തെങ്കിലുമൊക്കെ മുട്ടുന്യായങ്ങളും ഞൊട്ടുന്യായങ്ങളും പറഞ്ഞിട്ട് അവര് വന്നിട്ട് നിന്നോട് അനുവാദം ചോദിക്കുന്നു. കാരണം എന്താ? അല്ലാഹുവിൽ ഉറച്ച വിശ്വാസമില്ല, പരലോകത്തിൽ ഉറച്ച വിശ്വാസമായിട്ടില്ല. വർത്താബത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങളിൽ സംശയമാണ് എപ്പോഴും. അങ്ങനെ ഫഹും, അവർ ഫീ റൈബിഹിം, അവരുടെ സംശയത്തിൽ യതറദ്ദദൂൻ, അവരെപ്പോഴും സംശയത്തിലൂടെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും സംശയ. ഇങ്ങനെ സംശയം ഇങ്ങനെ ഉണ്ടാക്കുന്ന എന്താ? ആരുടെ കൂടി നിൽക്കണ്ടല്ലോ, അവർക്കും കൊടുക്കണ്ട ഇവർക്കും കൊടുക്കണ്ട, അങ്ങനെ കാലം കഴിച്ചു കൂട്ടിയാൽ മതി. എന്നിട്ട് ഖുർആൻ പറയുന്നു, നബിയെ വലൗ ഇവര് പറഞ്ഞില്ലേ ഞങ്ങൾക്ക് കഴിയുമായിരുന്നെങ്കിൽ നിങ്ങളെ കൂടെ ഞങ്ങളും വരുമായിരുന്നു എന്ന് മുനാഫിക്ക് പറഞ്ഞില്ലേ? ആ മുനാഫിക്കിന്റെ തൊലിയും അല്ലാഹു ഉരിച്ചുകൊണ്ട് പറയുന്നു, വലൗ അറാദുൽ ഖുറൂജ, അവരെങ്ങാനും പുറപ്പെടാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലഅഅദ്ദൂ ലഹു ഉദ്ദതൻ, അവർ വല്ല തയ്യാറെടുപ്പും നടത്തുമായിരുന്നല്ലോ. യുദ്ധത്തിന് പോരുന്നവർക്ക് ആത്മാർത്ഥമായിട്ടാണ് ആ പറയലെങ്കിൽ അവരതിനു വേണ്ടി വല്ല തയ്യാറെടുപ്പും നടത്തുമായിരുന്നു. വലാകിൻ, പക്ഷേ കരിഹല്ലാഹും ബിആസഹും, അവരുടെ പുറപ്പാട് അള്ളാഹുവിന് ഇഷ്ടമില്ല. കാരണം അത്രക്ക് തമ്മാടികളാണവർ. അവരുടെ പുറപ്പെടലിനെ അള്ളാഹ് വെറുത്തിരിക്കുന്നു. ഫസബ്ബതഹും, അതുകൊണ്ട് അവരെ അവിടെ തന്നെ മുടക്കിയിരുത്തിയിരിക്കുകയാണ്. വഖീല, പറയപ്പെടുകയും ചെയ്തിരിക്കുന്നു അവരോട്, ഉഖ്ഉദൂ മഅൽ ഖാഇദീൻ, യുദ്ധത്തിന് പോകാതെ ന്യായം പറഞ്ഞ് ചടഞ്ഞുകൂടിയിരിക്കുന്നവന്റെ കൂടെ നീയും ഇരുന്നോ, നിന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് അള്ളാഹ് പറഞ്ഞതുപോലെയാണ്. ഓരോരുത്തരുടെ സ്വഭാവങ്ങളെടുത്ത് പറയാം. ഇനിയും അല്ലാഹ് പറയാണ്, ഇത്തരത്തിലുള്ള മനസ്സിൽ വിശ്വാസം ഉറക്കാത്തവനെ കൂടെ കൂട്ടിയിട്ട് കാര്യമുണ്ടോ? അല്ലാഹ് പറയാണ്, നല്ല ഉറച്ചവനെയും കൊണ്ട് മുന്നോട്ട് പോകണം, നല്ല ഈമാനുള്ളവനെയും കൊണ്ട് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അവൻ പാളയത്തിൽ പടയുണ്ടാക്കും. കണ്ടോ, മുനാഫിക്കിനെ പച്ചയായി അല്ലാഹ് വരച്ചു കാണിക്കുന്നത്. ഒരു ഭാഗത്തേക്ക് ഈമാനില്ലാത്തവനെ കൂടെ കൂട്ടണ്ട,
അവൻ പാരവെക്കും, അവൻ പണിയെടുക്കും, അവൻ പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കും. അതുകൊണ്ട് തബൂക്കിന് പോരാത്തവരെ കുറിച്ച് നബിയെ നിങ്ങൾ വിഷമിക്കണ്ട. ലൗ ഖറജൂ ഫീകും മാ സാദൂകും ഇല്ലാ ഖബാലാ വല ഔളഉ ഖിലാലകും യബ്ഗൂനകുമുൽ ഫിത്ന വഫീകും സമ്മാഊന ലഹും വല്ലാഹു അലീമും ബിൽളാലിമീൻ. ലഖദ് ഇബ്തഗൗൽ ഫിത്നത മിൻ ഖബ്ലു വഖല്ലബൂ ലകൽ ഉമൂറ ഹത്താ ജാഅൽ ഹഖ് വളഹറ അംറുല്ലാഹി വഹും കാരിഹൂൻ. സൂറത്തു തൗബ 47-48. എന്താ അതിലല്ല പറയുന്നത്? ലൗ ഖറജൂ ഫീകും, ഇത്തരത്തിലുള്ള ഈ ആളുകൾ അവരെങ്ങാനും നബിയെ നിങ്ങളുടെ കൂടെ പുറപ്പെട്ടു എന്ന് സങ്കൽപ്പിക്കുക. ഇനി അവർ നിങ്ങളുടെ കൂടെ വന്നാൽ തന്നെയും മാ സാദൂക്കും, അവർ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുകയില്ല. ഇല്ലാ ഖബാല, അസ്വസ്ഥതയല്ലാതെ വർദ്ധിപ്പിക്കൂല. ഇങ്ങനത്തെ സൈസുകളെ കൂടെ കൊണ്ടുപോകാതിരിക്കാൻ നബിയെ നല്ലത്. ഇവർ വന്നിട്ട് ഒരു കാര്യമല്ല, ഉള്ള മോമിനീങ്ങളെയും ഇവർ വസ്വാസാക്കും, ഉള്ള സംഘടിത ശക്തിയെയും ഇവർ തകർക്കും, ഉള്ള രൂപത്തിലുള്ള ഐക്യത്തെയും ഇവർ ഇല്ലാതാക്കും. ഫിത്ന മാത്രം അവർ ചെയ്യും, അവർ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. മാത്രമല്ല വല ഔളഉ ഖിലാലകും, നിങ്ങൾക്കിടയിൽ അവർ നുരഞ്ഞു കയറി പരക്കം പായും. യബ്ഗൂനകുമുൽ ഫിത്ന, നിങ്ങൾക്കിടയിൽ ഫിത്നയുണ്ടാക്കാൻ വേണ്ടി മുനാഫിക്കുകൾ ഇങ്ങനെ പരക്കം പായും. വഫീകും സമ്മാഊന ലഹും, മാത്രമല്ല അങ്ങനെ മുനാഫിക്ക് ചില പണികളൊക്കെ എടുക്കുമ്പോ നിങ്ങളുടെ കൂട്ടത്തിലും ചിലരൊക്കെ അവർ പറയുന്നതിലും കുറച്ചൊക്കെ കാര്യമുണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കാതുകൊടുക്കും. അതുകൊണ്ട് അപകടമാണ് നബിയേ. സുബ്ഹാനല്ലാഹ്, ലോകത്ത് ഏത് കാലഘട്ടത്തിലും മുനാഫിക്കീങ്ങളുടെ തൊലി വിരിച്ച് കാണിക്കുന്ന വചനങ്ങൾ എന്നും. ഇതൊരു തബൂക്കിലേക്ക് മാത്രമല്ല, ഖുർആൻ ലോക മുസ്ലിമീങ്ങൾ പാരായണം ചെയ്യുന്ന സർവ്വ മുസ്ലിമീങ്ങൾക്കും കനത്ത പാഠമാണ്. തബൂക്കിന്റെ പശ്ചാത്തലമായി കൊണ്ട് അല്ലാഹു തൗബയിലൂടെ അവതരിപ്പിച്ച വചനങ്ങൾ. അതുകൊണ്ട് ഇവര് കൂടെ വരണ്ട. ഇവർ വന്നാൽ തന്നെ ഫിത്നയുണ്ടാക്കും. നിങ്ങൾക്കിടയിൽ ഫിത്നയുണ്ടാക്കാൻ അവർ പരക്കം പായും. വഫീകും, ആ നേരത്ത് നിങ്ങളിൽ ചിലരും സമ്മാഊന ലഹും, അവർ പറയുന്നിടത്തും കാര്യണ്ട്, അവരെന്താ പറയുന്നത് എന്നൊന്ന് കേട്ടു നോക്കാമെന്ന് പറഞ്ഞിട്ട് കുഴപ്പക്കാരുടെ ചെവികളായിക്കൊണ്ട് അവരും മാറും. വല്ലാഹു അലീമും ബിൽളാലിമീൻ, അക്രമികളെ പറ്റി അള്ളാഹ്ക്ക് നല്ല വിവരമുണ്ട്. അതുകൊണ്ട് നബിയെ, ഈ പിന്തിരിഞ്ഞ ആളുകൾ പോരാത്തതിൽ നിങ്ങളുടെ മനസ്സിലൊരു വിഷമവും വേണ്ട. മാത്രല്ല, എന്തുകൊണ്ടാ അള്ളാഹ് അങ്ങനെ പറയുന്നത്? ഫിത്ന ഉണ്ടാക്കും എന്ന് വെറുതെ പറയണല്ല, ഇവരുടെ മുൻ ചരിത്രം അതാണ്. ലഖദ് ഇബ്തഗൗൽ ഫിത്നത മിൻ ഖബ്ൽ, മുമ്പേ ഇവർ ഫിത്നയെ ആഗ്രഹിച്ചവരാണ്. വഖല്ലബൂ ലകൽ ഉമൂർ, കാര്യങ്ങളെയൊക്കെ കീഴ്മേൽ മറിച്ച് അവതാളത്തിലാക്കാൻ നോക്കിയവരല്ലേ. അതേ ഉഹദിൽ എന്താ സംഭവിച്ചത്? മുനാഫിക്ക് ഒപ്പം പോയി പാതി വഴിക്കെത്തിയപ്പോ 10 കുറെ ആളുകൾ ഇങ്ങോട്ട് പിൻവലിഞ്ഞില്ലേ? അബ്ദുള്ള പുറപ്പെട്ടു, കൂടെ പുറപ്പെട്ടു. പക്ഷേ മുനാഫിക്കിന്റെ നേതാവ് ഉഹദിലെത്തുന്നതിന്റെ മുമ്പേ ധാരാളക്കണക്കിന് ആളുകളെയും കൊണ്ട് അവൻ വഴിക്ക് വെച്ച് പിന്മാറി. ഹുനൈനിൽ അവൻ കുഴപ്പമുണ്ടാക്കിയില്ലേ? പലയിടത്തും അവൻ പ്രശ്നമുണ്ടാക്കിയില്ലേ? അത് അവരുടെ പാരമ്പര്യമാണ്. അതുകൊണ്ട് ഇവർ വന്നാൽ തന്നെ ഫിത്നയാണ്. അവർ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞ രൂപത്തിലാക്കും. അങ്ങനെ സത്യമങ്ങ് വ്യക്തമാകുവോളം, അള്ളാന്റെ കൽപ്പനയങ്ങ് കൃത്യമായി, അള്ളാന്റെ കാര്യങ്ങൾ വെളിവാകുവോളം അവരെ കുഴപ്പമുണ്ടാക്കും. വഹും കാരിഹൂൻ, അവർക്ക് എപ്പോഴും നിങ്ങൾക്ക് വിജയം കിട്ടുന്നത് വല്ലാത്ത വെറുപ്പായിരിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിൽ വിഷമുണ്ടായിരുന്നു കുറേ ആളുകൾ ഇങ്ങനെ വരാത്തതിൽ. അവർ കിട്ടൂല നബി, അങ്ങ് കിട്ടൂല, എന്തെങ്കിലും കാരണം പറഞ്ഞവർ ഒഴിഞ്ഞു മാറും. ഇനി വന്നാൽ തന്നെ ഫിത്ന ആയിരിക്കും, വരണ്ട, അങ്ങനത്തെ ഒരു വരാതിരിക്കുക നല്ലത് എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു തആല ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രല്ല ഈ യുദ്ധത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആഹ്വാനം ചെയ്യുമ്പോൾ മുനാഫിക്കീങ്ങൾക്ക് മാത്രമല്ല, ചില വിശ്വാസികൾക്ക് വരെ ഈ മുനാഫിക്കീങ്ങളുടെ പ്രചരണത്തിൽ പെട്ടുപോയിട്ട് പോണോ പോണ്ടേ എന്നൊരു ആട്ടമുണ്ടായി. പോണോ പോണ്ടേ എന്നിങ്ങനെ ഒരു സംശയം ഉണ്ടായി. ഖുർആൻ അതിനെ സംബന്ധിച്ചു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ മാ ലക്കും ഇദാ ഖീല ലക്കും ഉൻഫിറൂ ഫീ സബീലില്ലാഹി സാഖൽതും ഇലൽ അർദ് അറദീതും ബിൽ ഹയാത്തിദ് ദുനിയാ മിനൽ ആഖിറ ഫമാ മതാഉൽ ഹയാത്തിദ് ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ ഇല്ലാ തൻഫിറൂ يعذبكم عذابا أليما ويستبدل قوما غيركم ولا تضروه شيئا
അല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ. സൂറത്ത് തൗബ അല്ലാഹ് വിളിക്കാണ്, വിശ്വാസികളെ, മാലക്കും നിങ്ങൾക്ക് എന്ത് പറ്റി, നിങ്ങൾക്ക് എന്ത് പറ്റി മൂമിനുകളെ? ഇദാ ഖീല ലക്കും, നിങ്ങളോട് പറയപ്പെട്ടാൽ, ഇൻഫിറൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടൂ, യുദ്ധത്തിന് പുറപ്പെടൂ, സമരത്തിന് പുറപ്പെടൂ, അതേ ചെലവഴിക്കൂ, നിങ്ങളെ കൊണ്ടാകുന്ന സഹകരണം ചെയ്യൂ എന്നൊക്കെ പറയുമ്പോ ഇസ്താഖൽതും മിനൽ അർളി, നിങ്ങളെന്താ ഭൂമിയിലേക്ക് കനം തൂങ്ങുന്നത്? കാലും വല്ല അമ്മിക്കുട്ടിയും വെച്ച് കെട്ടിയതുമായി നിങ്ങളെന്താ ഭൂമിയിലേക്ക് ഇങ്ങനെ കനം തൂങ്ങുന്നത്? എന്താ മുന്നോട്ട് വരാത്തത് വിശ്വാസികളെ? അറളീതും ബിൽ ഹയാത്തിദ് ദുനിയാ. സഹോദരന്മാരെ, ഈ ആയത്തുകളൊക്കെ കേൾക്കുമ്പോ അന്ന് തബൂക്കിലേക്ക് മാത്രം നമ്മുടെ മനസ്സ് പോകല്ല, നമ്മുടെയൊക്കെ മനസ്സുകൾ നമ്മിലേക്ക് മടങ്ങണം. നല്ല കാര്യത്തിന് ആഹ്വാനമുണ്ടാകുമ്പോ ആ നന്മയുടെ മാർഗത്തിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്ന എല്ലാവർക്കും ഇത് ബാധകമാണ്. ഖുർആനിന്റെ ചോദ്യം, നിങ്ങൾ എന്തേ അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലേക്ക് കനം തൂങ്ങി അവിടെ തന്നെ ഇരിക്കുന്നത്? അറദീതും ബിൽ ഹയാത്തിദ് ദുനിയാ, നിങ്ങൾ ദുന്യാവിനെ തൃപ്തിപ്പെട്ടിരിക്കുകയാണോ? മിനൽ ആഖിറ, പരലോകത്തിന് പകരം, പരലോകത്തിന് പകരം നിങ്ങൾ ദുന്യാവ് കൊണ്ട് തൃപ്തിപ്പെടുകയാണോ? ചൂട് കാരണം പറഞ്ഞ്, ജലക്ഷാമം കാരണം പറഞ്ഞ്, വഴിദൂരം കാരണം പറഞ്ഞ്, കാർഷികോൽപ്പന്നങ്ങളുടെ വിളവെടുപ്പിന്റെ കാരണം പറഞ്ഞ്, ഭക്ഷണ പദാർത്ഥങ്ങളുടെ കമ്മിയെപ്പറ്റിയുള്ള കാരണങ്ങൾ പറഞ്ഞ്, വാഹനങ്ങളില്ലായ്മയുടെ കാരണങ്ങൾ പറഞ്ഞ്, ഈ രൂപത്തിലൊക്കെ നിങ്ങൾ ഇങ്ങനെ എന്താ മാറി നിൽക്കുന്നത്? ഫമാമതാഉൽ ഹയാത്തിദ് ദുനിയാ, ഐഹിക ജീവിതത്തിലെ വിഭവങ്ങളല്ല, ഫിൽ ആഖിറതി, പരലോകത്ത് കിട്ടാനുള്ള വിഭവങ്ങളെ വെച്ച് നോക്കുമ്പോ ഇല്ലാ ഖലീൽ, വളരെ തുച്ഛം മാത്രമാണ്. അങ്ങനെ തുച്ഛമായ ദുന്യാവിന് വേണ്ടി നിങ്ങൾ വിശാലമായ എന്നെന്നും ശാശ്വതമായ പരലോകത്തെ നിങ്ങൾ ഒഴിവാക്കുകയാണോ? തീർന്നില്ല. ഇനി അള്ളാന്റെ അടുത്ത താക്കീത് കേട്ടോ. ഇനി നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കാണ് സംഭവിക്കുന്നത്, എനിക്കൊന്നും വരാനില്ല. ഇല്ലാ തൻഫിറൂ, ഈ ആഹ്വാനം കേട്ടുകൊണ്ട് നന്മയുടെ മാർഗത്തിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നില്ലെങ്കിൽ യുഅദ്ദിബുകും അദാബൻ അലീമാ, നിങ്ങളെ വേദനയേറിയ ശിക്ഷ ശിക്ഷിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് കഠിന ശിക്ഷ ഉണ്ടാകും, കഠിനമായ ശിക്ഷ നിങ്ങൾക്കുണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തി. തീർന്നില്ല. നിങ്ങൾ വരാതിരുന്ന അവിടെ ഇസ്ലാം നശിക്കുന്നറ്റ് നിങ്ങൾ വിചാരിച്ചോ? നിങ്ങൾ പോയില്ല, നിങ്ങൾ പുറപ്പെട്ടില്ല, നിങ്ങൾ പ്രവർത്തിച്ചില്ല എന്ന് വിചാരിച്ച് ഇവിടെ ഇസ്ലാമാകെ തകരുമെന്നിട്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചോ? അല്ലാഹ് പറയണ, ആ പൂതിയും നിങ്ങൾക്ക് വേണ്ട, ആ ധാരണയും നിങ്ങൾക്ക് വേണ്ട, എടുത്തു കളഞ്ഞേക്ക്. നിങ്ങൾ പോകാൻ തയ്യാറില്ലെങ്കിൽ പടച്ചവൻ നിങ്ങളെ വിടൂല, ശിക്ഷിക്കും. തീർന്നില്ല. വയസ്തബ്ദിൽ, അവൻ പകരം കൊണ്ടുവരും. ഖൗമൻ, ഒരു ജനതയെ, ഗൈറക്കും, നിങ്ങളല്ലാത്ത ഒരു ജനതയെ അവൻ പകരം കൊണ്ടുവരും. വലാ തദുറൂഹു ശൈആ, നിങ്ങൾ അവന് ഒരു ദ്രോഹവും വരുത്തൂല. വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുറ്റവൻ തന്നെ. അതുകൊണ്ട് ഇൻഫിറൂ ഖിഫാഫൻ വസിഖാലാ വജാഹിദൂ ബിഅംവാലികും വഅൻഫുസികും ഫീ സബീലില്ലാഹ് ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. നിങ്ങൾക്ക് നല്ല ഉന്മേഷവും ആരോഗ്യവും സാമ്പത്തിക കഴിവുമൊക്കെ ഉള്ളപ്പോഴും ആരോഗ്യക്കുറവും ദാരിദ്ര്യവും ജോലി തിരക്ക് മുതലായ വിഷമങ്ങളൊക്കെ ഉണ്ടായിരിക്കുമ്പോഴും നിങ്ങൾ പുറപ്പെടേണ്ടതുണ്ട്. ആയുധങ്ങൾ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും പോകണം. അതായത് യുദ്ധത്തിന് ക്ഷണിക്കപ്പെടുമ്പോൾ വേണ്ടത്ര സൗകര്യങ്ങൾ ഉണ്ടായാലും കുറച്ചൊക്കെ വിഷമങ്ങൾ ഉണ്ടായിരുന്നാലും ആ ക്ഷണം സ്വീകരിച്ച് ആ നന്മയിൽ പങ്കെടുത്തോളണം. ഇതാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കേട്ടത് സൂറത്ത് തൗബ 41-ാമത്തെ ആയത്ത്. എന്നാൽ അറാബികളും മുനാഫിക്കുകളുമൊക്കെ, അറാബികളും ആ രൂപത്തിലുള്ള മുനാഫിക്കുകളുമൊക്കെ ഇതൊന്നും ചെവി കൊടുക്കാതെ സമരത്തിന് പോകാതെ തന്നെ അവരുടെ വീടിൻ്റെ അകത്തിരുന്നു. അവർ സുഖമായി തന്നെ എല്ലാവരെയും പറ്റിച്ചു എന്ന നിലക്ക് അവർ കഴിച്ചുകൂട്ടുകയാണ്. അതേ അവസരത്തിൽ വളരെയേറെ ത്യാഗം സഹിച്ച് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് മഹാന്മാരായ സഹാബികൾ, പോകാൻ കഴിയാത്തവർ പോലും വളരെയേറെ ത്യാഗം സഹിച്ചുകൊണ്ട് പുറപ്പെടാൻ പോകുന്ന സംഭവമാണ് തുടർന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ വിശുദ്ധ ഖുർആനിൽ
അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള ഓരോ സന്ദർഭങ്ങളിലുള്ള ആയത്തുകളെയും നമ്മുടെ കൂടി ജീവിതത്തിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ദൃഢവൽക്കരിക്കുവാനും നിഫാഖ് വരാതെ നോക്കുവാനും കുഫറിൽ അകപ്പെടാതെ സൂക്ഷിക്കുവാനും ശിർക്കിൽ അകപ്പെടാതെ സൂക്ഷിക്കുവാനും നാം എല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യകളെ അനുധാവനം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ സ്നേഹത്തിനിരയായി തീരുന്ന അർഹരായി തീരുന്ന നല്ലവരിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളും ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് വാക്കും പ്രവൃത്തിയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മറഞ്ഞുപോയിട്ടുള്ള മരണപ്പെട്ടു പോയിട്ടുള്ള സഹോദരീ സഹോദരങ്ങൾക്ക് അള്ളാഹു പാപമോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവൻ്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا إنك أنت الغفور الرحيم. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.